എൻ്റെ പൊന്നു കൂടപ്പിറപ്പുകളെ, നിങ്ങളെല്ലാവരും കൂടെ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ, അത് എൻ്റെ ഇൻസ്റ്റാ പേജിൽ ഞാൻ അപ്ലോഡ് ചെയ്തിരുന്ന വീഡിയോ ആണ്. അതെടുത്ത് ഞാൻ വോയിസ് റെക്കോർഡ് ചെയ്യുന്നതാണ്. നല്ലൊരു ഭാവി ജീവിതം മുന്നിൽ കണ്ടുകൊണ്ട് ജീവിതത്തിലോട്ട് കടന്നു വരുന്ന ഒരു പെണ്ണിന് ഇത്രയും വലിയൊരു ദുരിതമായ ഒരു ജീവിതം നിങ്ങളുടെ ഒരു 5 മിനിറ്റത്തെ സന്തോഷത്തിന്, നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങളുടെ ഒരു 5 മിനിറ്റത്തെ സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിതകാലം മുഴുവനും ആ പെണ്ണിനെയോ അല്ലെങ്കിൽ ആ പെണ്ണുമായിട്ട് വരുന്ന ആ ഫാമിലി അല്ലെങ്കിൽ ആ ലൈഫിൽ വരുന്ന കുട്ടികൾക്കോ ജീവിതകാലം മുഴുവനും ഒരു ശാപമായിട്ടുള്ളൊരു ജന്മമായിട്ട് മാറരുത്. അങ്ങനെ മാറിയൊരു ജീവിതമാണ് എൻ്റേത്. കാരണം നിസ്സാരം ഒരു 5 മിനിറ്റത്തെ സുഖം കിട്ടുന്ന കൂൾ പാൻപരാഗ്, ഷൈനി കൈനി, എന്തൊക്കെയോ പേരുള്ള ഷംപു, ഈ ചുണ്ടിനടിയിൽ വെക്കുന്ന ഷംപു, അത് മാത്രമേ ഈ പുള്ളിക്കാരന്, അതായത് എൻ്റെ ഹസ്ബൻഡാണ്, എൻ്റെ പിള്ളേരുടെ അച്ഛനാണ്, ആ പുള്ളിക്കാരന് ദുശീലമായിട്ടുണ്ടായിരുന്നുള്ളൂ. മദ്യപാനമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഈ ഷംപു അല്ലെങ്കിൽ കൂള് അല്ലെങ്കിൽ ഷൈനി കൈനി എന്നൊക്കെ പേരുണ്ടല്ലോ, ആ ഒരു സാധനം മാത്രം ഈ ചുണ്ടിനടിയിൽ എടുത്ത് വെക്കുമായിരുന്നു. പക്ഷേ ജീവിതം താറുമാറാക്കിയ ഒരു ജീവിതമായിപ്പോയി. ആ രീതിക്ക് ഇന്നിപ്പോൾ 12 വർഷത്തോളം കഴിഞ്ഞു ക്യാൻസർ രോഗിയായിട്ട് മാറിയതിന് ശേഷം. പുള്ളിക്കാരൻ ഒരു ക്യാൻസർ രോഗിയായിട്ട് മാറിയിട്ട് ഇപ്പം വായുടെ അകത്ത് നാവില്ല, പല്ലുകളൊന്നുമില്ല, പിന്നെ താടി എല്ലില്ല. ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജ് വന്നപ്പോൾ താടി എല്ല് സഹിതം എടുത്ത് മാറ്റേണ്ടി വന്നു. പുള്ളിക്ക് നമ്മളെപ്പോലെ ഇപ്പോൾ വാരി കഴിക്കാനോ അല്ലെങ്കിൽ നമ്മളെപ്പോലെ ചോറ് വാരി അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നത് പോലെ പുള്ളിയെ കൊണ്ട് കഴിക്കാൻ പറ്റത്തില്ല. എല്ലാം ജ്യൂസ് അടിച്ച് കൊടുക്കണം. ചോറ് സഹിതം മീൻ സഹിതം മുള്ളൊക്കെ മാറ്റിയിട്ട് നല്ലവണ്ണം ജ്യൂസ് അടിച്ച് കൊടുത്താൽ മാത്രമേ പുള്ളിക്ക് അത് കഴിക്കാൻ പറ്റുകയുള്ളൂ. ആ ഒരു അവസ്ഥയിലാണ്. എൻ്റെ പൊന്നു സഹോദരിമാരെ, ഇന്നത്തെ കാലത്ത് സഹോദരിമാർ ഉപയോഗിക്കുന്നുണ്ട്, സഹോദരന്മാർ മാത്രമല്ല. എൻ്റെ പൊന്നു സഹോദരികളെ, സഹോദരന്മാരെ, എൻ്റെ കൊച്ചു കൗമാര പ്രായക്കാരെ, എൻ്റെ കൊച്ചു കുട്ടികളെ, ഈ ഒരു 5 മിനിറ്റത്തെ സുഖത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ചുണ്ടിനടിയിൽ വെക്കുന്ന ഈ ഒരു സാധനം ഉണ്ടല്ലോ, അത് നിങ്ങളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കും. അത് അനുഭവം ഗുരു. കാരണം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഡോക്ടർമാർ പറയുന്നത്, ഈ സെക്കൻഡ് സ്റ്റേജ് സർജറി നടത്തിയപ്പോഴും ഡോക്ടർമാർ പറഞ്ഞതും, ഇത് നടത്തണോ, ഒന്നുകൂടെ നിങ്ങൾ ആലോചിച്ചുകൂടെ, ഇത് നടത്തിയാലും വീണ്ടും വരും, അപ്പോൾ അത് നിങ്ങൾക്ക് നടത്തണോ എന്നുള്ളതാണ്. പക്ഷേ നടത്തിയില്ല എന്നുണ്ടെങ്കിൽ 4-5 മാസത്തിനകത്ത് തന്നെ ജീവൻ നഷ്ടപ്പെടും എന്നുള്ള ഒരിത് കാരണം ഇപ്പോൾ 10, 22, 23 വയസ്സായ കുട്ടികളുള്ള ഞാനാണ്. ആ കുട്ടികളെയും പെൺകുട്ടി സഹിതം കെട്ടിച്ചു കൊടുക്കാത്ത കുട്ടികളാണ് എൻ്റെ ഉള്ളത്. അവരെയും വെച്ചുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സെക്കൻഡ് സ്റ്റേജിലുള്ള സർജറിയും മറ്റു കാര്യങ്ങളും എല്ലാം ചെയ്ത് എടുത്തത്. കാരണം അദ്ദേഹം ചെയ്താൽ ഇനി ഒരു 4-5-10 കൊല്ലം പിന്നെയും